ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ സബ്ജക്റ്റ് അനലോഗ് സർക്യൂട്ട് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. സോ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് അനലോഗ് സർക്യൂട്ട്സ്. ഈ അനലോഗ് സർക്യൂട്ട്സിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്, ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഓരോ മൊഡ്യൂളും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ മൊഡ്യൂളിൻ്റെ സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അനലോഗ് സർക്യൂട്ട്സിൻ്റെ ഒരു 2024 സ്കീമിലുള്ള ഒരു എക്സാം കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം എങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ സബ്ജക്റ്റ് കോഡ് വരുന്നത് PCECT 303. അതാണ് നമ്മുടെ സബ്ജക്റ്റ് കോഡ്. ഇതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് 40-ലും എക്സ്റ്റേണൽ മാർക്ക് 60-ലുമാണ്. അങ്ങനെ ടോട്ടലി 100 മാർക്സാണ് വരുന്നത്. നമുക്കറിയാം മെയിൻ കോർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് 4 കേട്ടോ. എക്സാം ഡ്യൂറേഷൻ നമുക്കറിയാം 60 മാർക്കിൻ്റെ എക്സാം ആയതുകൊണ്ട് 2 hours 30 minutes ആണ്. ഇതിൻ്റെ പ്രീവിയസ് പേപ്പർ, നമുക്ക് എന്ത് പേപ്പറാണ് ഒരു ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ സബ്ജക്റ്റ് പഠിക്കാൻ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റാണ് നമുക്കിതിൽ റെഫറൻസ് ആയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അനലോഗ് സർക്യൂട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറയുകയാണെങ്കിലും അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ കണ്ടിന്യൂഷനാണ് അനലോഗ് സർക്യൂട്ട്സ്. നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതുപോലെ തന്നെ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ട്രാൻസ്ഫോമർ, ഇതുപോലത്തെ എല്ലാ കോമ്പണൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ന്യൂമറിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ സിലബസിലേക്ക് പോകുകയാണെങ്കിൽ 4 മൊഡ്യൂളുകളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. ആദ്യത്തെ ചാപ്റ്ററിൽ അതിൽ കുറേ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. ഡിഫറൻഷ്യേറ്റർ, ഇൻ്റഗ്രേറ്റർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, അല്ലേ? അതുപോലെ ക്ലിപ്പർ, ക്ലാമ്പർ, ഇത്രയും സർക്യൂട്ട്സ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ബയാസിംഗ് എന്നുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫിക്സ്ഡ് ബയാസ് എന്താണ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്താണ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് അടക്കം പഠിക്കാനുണ്ട്. ഇതുപോലെ ഈ മോസ്ഫെറ്റിനെ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർലി ബയാസ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തെ പാർട്ട് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഡിഫറൻഷ്യേറ്റിംഗ് സർക്യൂട്ടും ഒരു ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടും. വളരെ സിമ്പിളായിട്ട് ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ അറേഞ്ച്മെൻ്റ് ആണ് ശരിക്കും ഇത് വരുന്നത്, അല്ലേ? ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും വെച്ചിട്ട് നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഈ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിൽ നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് യൂസ് ചെയ്യുന്നത്, ഒന്നിൽ നമ്മൾ കപ്പാസിറ്ററും റെസിസ്റ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റർ എങ്ങനെയാണ്, ഡിഫറൻഷ്യേറ്റർ എങ്ങനെയാണെന്നാണ് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് സാധാരണ ലോ പാസ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ ഡിഫറൻഷ്യേറ്ററിന് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫിൽറ്ററിങ് ഓപ്ഷൻ, അതായത് എങ്ങനെയാണ് RC ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്, ഈ RC ലോ പാസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ എങ്ങനെയാണ് RC ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ RC ഹൈ പാസ് ഫിൽറ്ററിന് ഡിഫറൻഷ്യേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള റെസ്പോൺസുകൾ പഠിക്കാനുണ്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ റൈസ് ടൈം, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ് ക്ലിപ്പിംഗ് സർക്യൂട്ട്. എങ്ങനെയാണ് ഡയോഡ് ക്ലിപ്പർ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡയോഡ് ക്ലാമ്പർ ഡിസൈൻ ചെയ്യുന്നത്. ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫോമിൻ്റെ ഷേപ്പിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ക്ലിപ്പർ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുകയാണെങ്കിൽ അത് ക്ലിപ്പറാണ്. ഇതിൻ്റെ പൊസിഷനാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ ക്ലാമ്പർ എന്ന് പറയാം. ക്ലാമ്പർ നമ്മൾ DC റീസ്റ്റോർ എന്ന് പറയാറുണ്ട്. ടോപ്പിലേക്കോ ബോട്ടത്തിലേക്കോ നമ്മുടെ വേവ് ഫോമിനെ
നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ക്ലാമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്കിതിൽ നോക്കാനുള്ളത്, ഡയോഡ് ക്ലിപ്പറും ഡയോഡ് ക്ലാമ്പറും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് BJT അല്ലെങ്കിൽ മോസ്ഫെറ്റിൻ്റെ ബയാസിംഗ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ BJT അല്ലെങ്കിൽ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് പ്രോപ്പർലി ബയാസ് ചെയ്യുന്നത്, അതിന് നമുക്ക് എന്തൊക്കെ ടെക്നിക്സുകൾ യൂസ് ചെയ്യാം, അതിൽ DC ലോഡ് ലൈൻ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഈ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ബയാസിംഗ് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. ഫിക്സ്ഡ് ബയാസ് എന്താണ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്താണ്, അനാലിസിസ് അടക്കം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ BJTക്ക് പുറമെ മോസ്ഫെറ്റ് സർക്യൂട്ടിൻ്റെയും ബയാസിംഗ് ഓപ്പറേഷൻസ് വളരെ ബ്രീഫായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂള്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെയും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബയാസിംഗ് ടെക്നിക്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. ആ ബയാസിംഗ് സർക്യൂട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിഫയർ രണ്ട് രീതിയിലുള്ള ആംപ്ലിഫയേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ, BJT ആംപ്ലിഫയറും മോസ്ഫെറ്റ് ആംപ്ലിഫയറും. അപ്പോൾ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം സിലബസ്. സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ ആദ്യം അതുപോലെ തന്നെ 3 പാർട്ടാണ്, BJT ആംപ്ലിഫയറും മോസ്ഫെറ്റ് ആംപ്ലിഫയറും മൾട്ടി സ്റ്റേജ് BJT ആംപ്ലിഫയറും. ഒന്നിലധികം BJT ആംപ്ലിഫയർ സ്റ്റേജുകൾ വരികയാണെങ്കിൽ അതിനെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയാം. ഇതെങ്ങനെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് BJT ആംപ്ലിഫയേഴ്സ് ആണ്, ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ. ആംപ്ലിഫയറിൻ്റെ ഡിസൈൻ, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഈ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നുണ്ട്. ഈ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടും അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈനാണ്, അതെങ്ങനെയാണ് അതിൽ ഓരോ കോമ്പണൻറ്റും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് പഠിക്കാനുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഒരു ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ നമ്മൾ ഹൈബ്രിഡ് മോഡൽ യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നൊരു അനാലിസിസ് ആണിത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് പൈ മോഡലിൽ തന്നെ ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഹൈബ്രിഡ് മോഡലാണ് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ. ഹൈ ഫ്രീക്വൻസി വരുന്ന ഹൈബ്രിഡ് പൈ മോഡൽ എങ്ങനെയാണ്, ഇതിൽ എങ്ങനെയാണ് മില്ലർ എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ ഒരു കോമൺ എമിറ്റർ അല്ലെങ്കിൽ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഹൈബ്രിഡ് പൈ മോഡൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഗെയിൻ, അതെങ്ങനെ ഡിറൈവ് ചെയ്യാം. അതുപോലെ തന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി, യൂണിറ്റ് ഗെയിൻ, ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എങ്ങനെ ഡിറൈവ് ചെയ്യാം. ഇതാണ് BJT ആംപ്ലിഫയറിൻ്റെ സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് മോസ്ഫെറ്റ് ആംപ്ലിഫയർ ആണ്. മോസ്ഫെറ്റ് ആംപ്ലിഫയറിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കോമൺ എമിറ്റർ പോലെ മോസ്ഫെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ സോഴ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് നമ്മൾ BJTക്ക് പഠിച്ച അതേപോലെ തന്നെ മോസ്ഫെറ്റിൻ്റെയും സ്മോൾ സിഗ്നൽ അനാലിസിസ് നമുക്ക് നോക്കാനുണ്ട് വളരെ ബ്രീഫായിട്ട്. യെസ്, അതിൻ്റെ മിഡ് ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസും എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും, ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ കോമൺ സോഴ്സിൻ്റെ 2 ഡിഫറെൻറ്റ് മെത്തേഡുകൾ പഠിക്കാനുണ്ട്. ഒന്ന് കറണ്ട് സോഴ്സ് ലോഡ് കണക്ട് ചെയ്താൽ എങ്ങനെ വർക്ക് ചെയ്യും, ഡയോഡ് കണക്റ്റഡ് ലോഡ് കണക്ട് ചെയ്താൽ എങ്ങനെ വർക്ക് ചെയ്യും. ഇതാണ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ പാർട്ടാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട് അല്ലേ. ഈ ആംപ്ലിഫയർ സ്റ്റേജിന് നമുക്ക് ഇൻപുട്ടുകളുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആയി. അപ്പോൾ ഒന്നിലധികം ആംപ്ലിഫയർ സ്റ്റേജുകൾ മ്യൂച്വലി കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് എന്ന് പറയുന്നത്. മൾട്ടി സ്റ്റേജിൽ തന്നെ BJT മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് മൾട്ടി സ്റ്റേജിങ് ആംപ്ലിഫയേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ 2 രീതിയിലുള്ള മൾട്ടി സ്റ്റേജിങ് ആണ്. ഒന്നാണ് കാസ്കേഡ്, ഒന്നാണ് കാസ്കോഡ്. ഒരു രണ്ട് കോമൺ എമിറ്റർ സ്റ്റേജുകളാണ് നമ്മൾ മ്യൂച്വലി കണക്ട് ചെയ്യുന്നത് കാസ്കേഡ്. ഒരു കോമൺ എമിറ്ററും ഒരു കോമൺ ബേസ് സ്റ്റേജുമാണ് കണക്ട് ചെയ്യുന്നത്, അത് കാസ്കോഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും നമുക്ക് പഠിക്കാനാണ്. ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഇനി തേർഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ 2 പാർട്ടുകളായിട്ട് നമുക്ക് തേർഡ് മൊഡ്യൂളിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, കണ്ടോ, ഒന്നാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ഒന്നാണ് ഓസിലേറ്റർ. ഈ
ഫീഡ്ബാക്ക് എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ജനറൽ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊന്നുമല്ല, നമ്മളൊരു ആംപ്ലിഫയർ സ്റ്റേജ് എടുത്തു. ഈ ഒരു ആംപ്ലിഫയർ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ വഴി നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബീറ്റ എന്നുള്ളൊരു പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ടായിട്ട് ഇൻ്റർ കണക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ജനറൽ സ്ട്രക്ചർ വരുന്നത്? അതിൽ രണ്ട് രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ പഠിക്കാനുണ്ട്. എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്? ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടും, ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറയും. ഇതാണ് ബേസിക് ലോജിക്ക്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ് ഗെയിനിന് എന്ത് സംഭവിക്കും, ബാൻഡ്വിഡ്ത്തിന് എന്ത് സംഭവിക്കും, നോയ്സിന് എന്ത് സംഭവിക്കും, ഡിസ്റ്റോഷന് എന്ത് സംഭവിക്കും. അതുപോലെ തന്നെ 4 രീതിയിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ടോപ്പോളജീസ് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് 4 ബേസിക് ഫീഡ്ബാക്ക് ടോപ്പോളജീസ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അനാലിസിസ്, ഈ ഇപ്പം 4 ടോപ്പോളജീസിൽ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യാനുള്ളത് സീരീസ് വോൾട്ടേജ്, അതുപോലെ തന്നെ സീരീസ് കറൻറ്റ്, അതുപോലെ ഷണ്ട് വോൾട്ടേജ്, ഷണ്ട് കറൻറ്റ്, അങ്ങനെ 4 ടോപ്പോളജീസാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഈ 4 ടോപ്പോളജി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആംപ്ലിഫയേഴ്സ് ഡിസൈൻ ചെയ്യാം, BJT സർക്യൂട്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് വോൾട്ടേജ് സീരീസും വോൾട്ടേജ് ഷണ്ടിൻ്റെ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്, അല്ലേ? ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് ഇമ്പിഡൻസും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഓസിലേറ്റേഴ്സ് ആണ് കേട്ടോ. ഓസിലേറ്റേഴ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓസിലേറ്റേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, എന്താണ് ഓസിലേഷൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ബാർക്കോസൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓസിലേറ്റേഴ്സ് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ ആൻഡ് വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അങ്ങനെ 3 ഓസിലേറ്റേഴ്സാണ് സിലബസിലുള്ളത്: വെയിൻ ബ്രിഡ്ജ്, ഹാർട്ട്ലി, ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് പഠിക്കാനുണ്ട്, ഇതിൻ്റെ ഡിസൈൻ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഇതിൽ ഒന്നിൻ്റെ മാത്രം അനാലിസിസ് ആണ് നമുക്ക് നോക്കാനുള്ളൂ, അതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഇനി 4ാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണെങ്കിൽ 2 പാർട്ടുകളായിട്ട് നമുക്ക് 4ാമത്തെ മൊഡ്യൂളിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് പവർ ആംപ്ലിഫയർ, ഒന്നാണ് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് രണ്ടുമാണ് 4ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. പവർ ആംപ്ലിഫയർ അതുപോലെ തന്നെ ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. പവർ ആംപ്ലിഫയേഴ്സിന് അണ്ടറിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പവർ ആംപ്ലിഫയേഴ്സ് സിലബസിൽ പഠിക്കാനുണ്ട്. എന്താണ് ക്ലാസ് എ, ഒന്നാണ് ക്ലാസ് ബി. ഈ ക്ലാസ് എക്കും ക്ലാസ് ബിക്കും ഇൻബിറ്റ്വീനായിട്ടൊരു ക്ലാസ് AB ആംപ്ലിഫയർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്ലാസ് സി, അതുപോലെ എന്താണ് ക്ലാസ് ഡി. ഇങ്ങനെ 4 പവർ ആംപ്ലിഫയേഴ്സ് മെയിനായിട്ട് നോക്കാനുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് മെയിനായിട്ട് പവർ ആംപ്ലിഫയർ പറയുമ്പോൾ പവർ ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതിൽ ഫസ്റ്റ് ടൈപ്പ് പവർ ആംപ്ലിഫയർ ക്ലാസ് എ പവർ ആംപ്ലിഫയർ, ക്ലാസ് ബി പവർ ആംപ്ലിഫയർ, ക്ലാസ് AB പവർ ആംപ്ലിഫയർ. അതുപോലെ തന്നെ ഇത് 2 ടൈപ്പിൽ നമുക്ക് ക്ലാസ് ബി ഡിസൈൻ ചെയ്യാം. ഒന്നാണ് പുഷ് പുൾ അറേഞ്ച്മെൻറ്റ്, ഒന്നാണ് കോംപ്ലിമെൻ്ററി സിമെട്രി അറേഞ്ച്മെൻറ്റ്. ഈ 2 അറേഞ്ച്മെൻറ്റിലും എങ്ങനെ ക്ലാസ് ബി, എങ്ങനെ ക്ലാസ് AB, ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ക്ലാസ് സി പവർ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്, ക്ലാസ് ഡി പവർ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെയൊക്കെ എഫിഷ്യൻസിയും ഡിസ്റ്റോഷനും എങ്ങനെ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പാരിസൺസും നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയാം, അല്ലേ? ഒരു ഫിക്സഡ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റെഗുലേറ്റേഴ്സ്, അല്ലേ? ഇപ്പോൾ ഈ 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന റെഗുലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ റെഗുലേറ്റേഴ്സിൻ്റെ പ്രിൻസിപ്പിളാണ് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് ആദ്യം പഠിക്കാനുണ്ട്. പിന്നെ 2 രീതിയിലുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. ഇതാണ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്. ഇതിൽ 2 ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്. എന്താണ് ലോഡ് റെഗുലേഷൻ, അതുപോലെ ലൈൻ റെഗുലേഷൻ. പിന്നെ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ടെക്നിക്സ്, എങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ടെക്നിക്സ് എങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ
ഒരു ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അപ്പോൾ ഇതാണ് നമുക്ക് സിലബസ് ഔട്ട്ലൈനായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. സിലബസ് ഔട്ട്ലൈൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എങ്ങനെയാണ് വരുന്നത്? മൊത്തം 40 മാർക്കാണ്. 5 മാർക്ക് അറ്റൻഡൻസിന്, 15 മാർക്ക് പ്രൊജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻ്റ് ആണ്, 10 മാർക്ക് നമ്മൾ ഇൻറ്റേർണൽ എക്സാം 1, 10 മാർക്ക് നമ്മുടെ ഇൻറ്റേർണൽ എക്സാം 2 കേട്ടോ. ഇത് പ്രൊജക്റ്റ് മാത്രമല്ല, പ്രൊജക്റ്റ് ഓർ അസൈൻമെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ടോട്ടലി 40 മാർക്ക്. എങ്ങനെയാണ് നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാം വരുന്നത്? എൻഡ് സെമസ്റ്റർ എക്സാം മൊത്തം 60 മാർക്കിനാണ്. പാർട്ട് എ എന്നുള്ളത് 24 മാർക്കും പാർട്ട് ബി എന്നുള്ളത് 36 മാർക്കും. അതായത് 24 മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലേ. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 8 മാർക്ക്. അങ്ങനെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 24 മാർക്ക്. അതുപോലെ തന്നെ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ ഔട്ട് ഓഫ് വിച്ച് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസേർഡ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം 3 സബ് ഡിവിഷൻസ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 9 മാർക്ക്. 9 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ശരിക്കും ഉണ്ടാവും. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എ ഓർ ബി, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എ ഓർ ബി, തേർഡിൽ നിന്ന് എ ഓർ ബി, ഫോർത്തിൽ നിന്ന് എ ഓർ ബി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് ബൈ റോബർട്ട് ബോയിൽസ്റ്റഡ് ബൈ പേഴ്സൺ പബ്ലിക്കേഷൻ, 11th edition 2015. ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബോയിൽസ്റ്റഡിൻ്റെ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും നമ്മൾ റെഫർ ചെയ്യണം. ഒരു അഡീഷണൽ ക്ലാസ്സിന് പുറമെ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ന്യൂമറിക്കൽസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടെക്സ്റ്റ്. ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കിൻഡിൽ വേർഷൻ ആമസോൺ കിൻഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് മൈക്രോ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ബൈ സെദ്ര എസ് ആൻഡ് കെ സി സ്മിത്ത് ബൈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2013, 6th edition 2013. ഇതാണ് ആ ബുക്ക് കേട്ടോ. നിങ്ങൾ കണ്ടോ, സെദ്ര ഓർ സ്മിത്ത് മൈക്രോ ഇലക്ട്രോണിക് സർക്യൂട്ട് 6th edition. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ബുക്കുകളാണ്. നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ നല്ല നോളേജ് ഉണ്ടാവും സബ്ജക്റ്റിൽ. നമ്മുടെ കോർ പേപ്പർ ആയതുകൊണ്ട് ഇതുപോലത്തെ ബുക്കുകളൊക്കെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. മൂന്നാമത്തെ ടെക്സ്റ്റ് ബുക്കായിട്ട് ഇവിടെ പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസസ് ബൈ തിയോഡോർ എഫ് ബൊഗാർട്ട് ആൻഡ് ബീസ്ലി ജെഫ്രി എസ് ഗുലിമോ റിക്കോ. ഇതാണ് നമ്മുടെ ഓതറിൻ്റെ പേര്. പേഴ്സൺ എഡ്യൂക്കേഷൻ ഇന്ത്യ 6th edition ആണ് ബുക്ക്. ഈ ബുക്കിൻ്റെ കവർ നിങ്ങൾ നോക്കൂ. ഇതാണ് നമ്മുടെ ബുക്ക് കേട്ടോ. ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് 6th edition കണ്ടോ. ഇത് നമുക്ക് റെഫർ ചെയ്യാവുന്നൊരു ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ കുറേ റെഫറൻസ് ബുക്കുകൾ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ചില മൈന്യൂട്ടായിട്ടുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് അഡീഷണൽ റെഫറൻസ് വേണ്ടി വരും. അതിന് നമ്മൾ റെഫറൻസ് ബുക്കുകൾ മെഷർ ചെയ്യും. അതിൽ ഫസ്റ്റ് ബുക്കാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് മൈക്രോ ഇലക്ട്രോണിക്സ് ബൈ റിസർവി ബി വൈലി പബ്ലിക്കേഷൻസ് ആൻഡ് 2nd edition 2015. നിങ്ങൾ ആ ബുക്ക് നോക്കൂ. ഇതാണ് കേട്ടോ. ഇതാണ് ആ ബുക്ക് കണ്ടോ, വൈലി പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് 2nd edition. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ബൈ ഡേവിഡ് ബെൽ. ഇതും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്കാണ്. 5th edition 2008. നിങ്ങൾ കണ്ടോ, ഈ ഗ്രീൻ കളറ് കാണുന്ന ഈ രണ്ടാമത്തെ ബുക്കാണ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുക. മൂന്നാമത്തെ ബുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട് അനാലിസിസ് ആൻഡ് ഡിസൈൻ 1 ബൈ ഡി മേഘനാഥൻ. ഇന്ത്യൻ ഓതറാണ്. SD പബ്ലിഷിംഗ് 1st edition 2023. ഇതാണ് കേട്ടോ ആ ബുക്ക്. ആ ബുക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ബൈ കെ ഗോപകുമാർ. ഓൾ ബുക്സ് 1st edition 2023. ഓക്കെ, ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ കവർ കേട്ടോ. നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് രണ്ടുമാണ് മെയിൻ ബുക്ക്. അതുകൊണ്ട് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ NPTEL ലിങ്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. ഈ NPTEL ലിങ്ക് വെച്ച് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്ന NPTEL കോഴ്സസ് ആണ്. ഇതിൻ്റെ NPTEL കോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ന്യൂമറിക്കൽസിൽ നല്ല ഐഡിയ നമുക്ക് ഉണ്ടാവും. ഇവർ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ കേട്ടോ. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്? ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ റെലവൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളിതിൻ്റെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാണ്. ഇതിൽ RC ഡിഫറൻഷ്യേറ്റർ ആൻഡ് RC ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ വരുന്നത് ഇത് പൾസ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ, വേവ് ഫോം പ്രോസസ്സിങ്ങിൽ,
സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോ പാസ് ആൻഡ് ഹൈ പാസ് ഫിൽറ്റർ പറയുമ്പോൾ ഓഡിയോ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ റിസീവേഴ്സ്, നോയ്സ് ഫിൽറ്ററിങ് സർക്യൂട്ട്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട് വരുന്നുണ്ട് വേവ് ഷേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതിൽ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സുകളിൽ, ടി വി റിസീവേഴ്സിൽ, റഡാർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. പിന്നെ നോക്കൂ, BJT ബയാസിംഗ് സർക്യൂട്ട്സ് ആണ് വരുന്നത്. ആംപ്ലിഫയർ സ്റ്റെബിലൈസേഷൻ, ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് സർക്യൂട്ട്സ്, അനലോഗ് കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെയാണ് വരുന്നത്. മോസ്ഫെറ്റിൻ്റെ ബയാസിങ്ങിനും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പവർ ഇലക്ട്രോണിക്സ്, സ്വിച്ചിങ് റെഗുലേറ്റർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോമൺ എമിറ്റർ ആൻഡ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്നുള്ളൊരു പാർട്ട് സിലബസിൽ വരുന്നുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഓഡിയോ ആംപ്ലിഫയേഴ്സ്, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്, സെൻസർ ഇൻ്റർഫേസ് സർക്യൂട്ട്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സും വരുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ PA സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റർ, ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്ക് എംപ്ലോയ് ചെയ്യാവുന്നതാണ്. കാസ്കേഡും കാസ്കോഡും ഉണ്ട്. ഈ കാസ്കോഡ് ആംപ്ലിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാസ്കോഡ് ആംപ്ലിഫയറിൻ്റെ റെലവൻസ് വരുന്നത് ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റേഡിയോ ഫ്രീക്വൻസി ഫ്രണ്ട് എൻഡ് സർക്യൂട്ട്സിലൊക്കെ നമുക്ക് കാസ്കോഡ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ റെലവൻസ് വരുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ആംപ്ലിഫയർ ഡിസൈനിന്, അതുപോലെ തന്നെ ലോ നോയ്സ് ഓഡിയോ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ടെക്നിക്സ് സിലബസിൽ വരുന്നുണ്ട്. അതിൻ്റെ ഡിസ്റ്റോഷൻ എങ്ങനെ കുറയ്ക്കാം, ബാൻഡ് വിഡ്ത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിൻ്റെ പ്രിസിഷൻ എങ്ങനെ മെഷർ ചെയ്യാം എന്നൊക്കെ പഠിക്കാം. അതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഓസിലേറ്റേഴ്സ് ആണ്. ഓസിലേറ്റേഴ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സിഗ്നൽ ജനറേറ്റേഴ്സിൽ യൂസ് ചെയ്യും ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ. അത് സാധാരണ ഇതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിഗ്നൽ ജനറേഷൻ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റേഴ്സിലും അതുപോലെ തന്നെ ക്ലോക്ക് ജനറേഷൻ സർക്യൂട്ട്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്നുള്ളൊരു ഓസിലേറ്റർ സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുണ്ട്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഓസിലേറ്ററിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് ഓഡിയോ ഫ്രീക്വൻസി ജനറേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നുള്ളൊരു പാർട്ടാണ്. അത് മൈക്രോ പ്രോസസ്സർ ക്ലോക്ക് ജനറേഷൻ, ഡിജിറ്റൽ സിസ്റ്റം, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഹാർട്ട്ലി ഓസിലേറ്റർ വരുന്നുണ്ട്. അത് റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, റേഡിയോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പവർ ആംപ്ലിഫയേഴ്സ് പഠിക്കാനുണ്ട്. ജനറലായിട്ട് ഓഡിയോ പവർ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓഡിയോൻ്റെ പവർ ബൂസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് എക്യുപ്മെൻ്റ് ആയിട്ടും മോട്ടോർ ഡ്രൈവർ സർക്യൂട്ട്സിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പവർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ് A, B, C, D ഇങ്ങനെ 4 പവർ ആംപ്ലിഫയേഴ്സ് പഠിക്കാനുള്ളത്. അത് സാധാരണ ഹൈഫൈ ഓഡിയോ സിസ്റ്റം, ഹൈ ഫിഡിലിറ്റിയാണ് ഹൈഫൈ എന്ന് പറയുന്നത്. അതുപോലെ വയർലെസ് ട്രാൻസ്മിറ്റേഴ്സിൽ യൂസ് ചെയ്യാം. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ കൺവേർഷൻസിന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് അടുത്ത് വരുന്നത്. അത് റെഗുലേറ്റഡ് പവർ സപ്ലൈസിലും എംബഡഡ് സിസ്റ്റത്തിലും ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് സർക്യൂട്ട് ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രിയിൽ എങ്ങനെ റെലവൻ്റ് ആവുന്നു നോക്കുകയാണെങ്കിൽ പവർ സപ്ലൈ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ, ഇൻഡസ്ട്രി സേഫ്റ്റി സർക്യൂട്ട്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മോസ്ഫെറ്റ് ആൻഡ് BJT ആംപ്ലിഫയർ ഡിസൈൻ വരുന്നുണ്ട്. അത് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അനലോഗ് IC ഡിസൈനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അനലോഗ് സർക്യൂട്ട് ഡിസൈൻ കോൺസെപ്റ്റ്, ബയോമെഡിക്കൽ ഇലക്ട്രോണിക്സ്, IoT ഹാർഡ്വെയർ, എയറോസ്പേസ്, അതുപോലെ തന്നെ ഡിഫൻസ് ഇലക്ട്രോണിക്സിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലിപ്പറും ക്ലാമ്പറും ഡിഫറൻഷിയേറ്ററും ഇൻ്റഗ്രേറ്ററും ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററുമാണ് നമ്മൾ ഇനീഷ്യലി എടുക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഏതൊരു ഗേറ്റ് എക്സാം ആണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും സർക്യൂട്ട്സ് ഇല്ലാതെ ഇലക്ട്രോണിക്സ് ഇല്ല. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സർക്യൂട്ട്സ്. ഈ സമ്മിലെ എല്ലാ പേപ്പേഴ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ളൊരു പേപ്പർ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നുള്ളൊരു പേപ്പർ ഉണ്ട് അല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. ഇതൊക്കെ കോർ പേപ്പേഴ്സാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റ് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയില്ലേ? യെസ്, താങ്ക് യു.